സമാധാന പുനഃസ്ഥാപനത്തിന് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നിരവധി രാജ്യങ്ങൾ ഗാസയിലെ സ്ഥിരതാ സൈന്യത്തിന്റെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വാഗ്ദാനം അംഗീകരിക്കുന്നുവെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. So we're very grateful to Pakistan for their offer to be a part of it, or at least their offer to consider being a part of it. I think we owe them a few more answers before we can ask anybody to firmly commit. But I feel very confident that we have a number of nation states acceptable to all sides in this who are willing to step forward and be a part of that stabilization force. And certainly, Pakistan is key if they agree to do so. But I think we owe them a few more answers before we get there. We're trying to make a lot of progress here with I think the next step here is announcing the Board of Peace, announcing the Palestinian Technocratic Group that will help provide daily governance. And then once that's in place, I think that will allow us to firm up the stabilization force, including how it's going to be paid for, what the rules of engagement are, what their role will be in demilitarization and so forth. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ നൽകും. ഐസൻ, ഈ പാകിസ്ഥാനിൽ നമുക്കറിയാം ഈ ആഭ്യന്തര കലാപമടക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ എങ്ങനെയാണ് ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത്? ഒപ്പം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക പറയുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അമേരിക്ക മാർക്കോ റൂബിയോ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ഒപ്പം ഗാസയിൽ എന്താണ് പാകിസ്ഥാന്റെ ലക്ഷ്യം? ഐസൻ. അശ്വതി, തീർച്ചയായും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ അറിയിച്ചത് ഗാസയിലെ സമാധാന പുനഃസ്ഥാപനത്തിനായി സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സംവിധാനങ്ങളായി ഒരുക്കുന്ന സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ സ്ഥിരതാ സേനയുടെ ഭാഗമാകാൻ തയ്യാറാണ് എന്ന നിലപാട് നേരത്തെ പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ ചെയ്തിരിക്കുന്നത്. മാർക്കോ റൂബിയോ അറിയിച്ചത് പ്രകാരം നമുക്കറിയാവുന്നതാണ്, ഈ ഗാസയിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടാം ഘട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ രണ്ടാം ഘട്ട നീക്കങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ രണ്ടാം ഘട്ട ഘട്ടത്തിലാണ് ഗാസയുടെ പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ രൂപീകരിക്കുകയും മറ്റു സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നൊരു ധാരണ ഉണ്ടായിട്ടുള്ളത്. ഈ ധാരണയുടെ ഭാഗമായി ഒരു പ്രത്യേക ബോർഡ് നിലവിൽ വരികയും ആ ബോർഡിനെ സഹായിക്കുക എന്നതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ സൈനിക വിഭാഗങ്ങളുടെ സഹകരണത്തോടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സൈന്യത്തിന്റെ ഭാഗമാകാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ തയ്യാറാണ്. നേരത്തെ തന്നെ പാകിസ്ഥാൻ അറിയിച്ചതും ഇപ്പോൾ മാർക്കോ റൂബിയോ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ തയ്യാറാകുന്ന സൈന്യം ഗാസയിൽ വിന്യസിക്കപ്പെടുകയും സ്ഥിരതാ സേനയുടെ ഭാഗമാവുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാസയിൽ വിന്യസിക്കപ്പെടുന്ന പാകിസ്ഥാൻ സൈന്യം ഹമാസിനെ നിരായുധീകരിക്കുന്നതിനല്ല, മറിച്ച് മറ്റു കാര്യങ്ങൾക്കാണ് എന്ന് കൃത്യമായി പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ, അതായത് എന്തിനാണ് ഈ പാകിസ്ഥാൻ സേനയെ അവിടെ വിന്യസിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ മാർക്കോ റൂബിയോയുടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകളിൽ കേട്ടതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ തയ്യാറാണ് എന്നതിനെ സ്വാഗതം ചെയ്യുന്നു, ആ ഉത്തരവാദിത്തത്തോടെ അത് ഏറ്റെടുക്കുന്നു എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചത്. തുടർ നടപടികൾ സംബന്ധിച്ച് രണ്ടാം ഘട്ട സമാധാന നടപടികളുടെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും സമാധാന പുനഃസ്ഥാപനത്തിന് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത്. നിരവധി രാജ്യങ്ങൾ ഈ ഗാസയിലെ സ്ഥിരതാ സേനയുടെ ഭാഗമാകാനൊക്കെ സന്നദ്ധത അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ ഒരു വാഗ്ദാനം. ആ വാഗ്ദാനം പൂർത്തീകരിക്കുമോ? ഗാസയിൽ എന്താണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഐസനാണ് വിവരങ്ങൾ നൽകിയത്.